ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എവിടെയാണെന്ന് അറിയണ്ടേ? അതായത് ഞാൻ തൃശ്ശൂരിൽ നിൽക്കുകയാണ്. രാവിലെ, അതായത് ഏർലി മോർണിംഗ് 3:30 മണിക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ ഡ്രസ്സൊന്നും ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കുളിച്ച്, മേക്കപ്പ് ഒന്നും ചെയ്തില്ല കേട്ടോ. കുളിച്ച് ഡ്രസ്സ് ഇട്ടിട്ട് പെട്ടെന്ന് കയറി. കാര്യം രാത്രി ഞാൻ ഉറങ്ങിയില്ല. കാര്യം 3:30 പോകണമെന്നുണ്ടെങ്കിൽ ഉറങ്ങി കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പാടായിരിക്കും. അപ്പോൾ ഞാൻ ഉണർന്നിരുന്നിട്ട് ഒരു 2:30 മണിയായപ്പോൾ കുളിക്കാനൊക്കെ പോയി, എല്ലാം പാക്കൊക്കെ ചെയ്തിട്ട് 3:30 ആയപ്പോൾ ഇറങ്ങി. എല്ലാവരോടും 3:30 വരാൻ പറഞ്ഞു. ഡ്രൈവറുണ്ടായിരുന്നു, റീലെടുക്കാനൊരു ക്യാമറാമാൻ, യൂട്യൂബിന് വേണ്ടി വേറൊരു ക്യാമറാമാൻ, അങ്ങനെ 3 ആൾക്കാർ എന്നോടൊപ്പം വന്നു. തൃശ്ശൂരിലെത്തി. ഇന്ന് 1:30 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട്. പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. അതായത് ഇന്ന് ഇവിടുത്തെ എന്താ പറയുക, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ലൈവ് കുക്കിംഗ് കോമ്പറ്റീഷൻ അതിൽ പങ്കെടുക്കാൻ മീൻസ് അതിൽ മുഖ്യ അതിഥിയായിട്ട് വന്നിരിക്കുവാണ്. ഞാൻ പ്രധാനപ്പെട്ട ജഡ്ജിങ് പാനലിലെ പ്രധാനിയാണ്. ഒരു 50 സ്ത്രീകൾ ഒരേ സമയം ലൈവായിട്ട് കുക്ക് ചെയ്യുന്ന ഒരു ഷോയാണ് ഇത്. നെസ്റ്റോ ഗ്രൂപ്പിൻ്റെ പാചകറാണി മത്സരം. നെസ്റ്റോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വലിയൊരു ഗ്രൂപ്പാണ്. അവരുടെ തൃശ്ശൂരിലെ ബ്രാഞ്ചിൻ്റെ അവരാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗൾഫ് കൺട്രീസിലൊക്കെ നെസ്റ്റോ ഗ്രൂപ്പ് വളരെ പോപ്പുലർ ആണല്ലോ. അപ്പോൾ ഇവിടെ എല്ലാ വർഷവും അവർ നടത്താറുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് നെസ്റ്റോയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അവരുടെ ഒരു പാചകറാണി മത്സരം. അപ്പോൾ 50 ലേഡീസാണ്, കണ്ടസ്റ്റൻസ് ആണുള്ളത്. അവർ ഒരു സ്റ്റാർട്ടർ, ഒരു മെയിൻ കോഴ്സ് ആൻഡ് ഡിസേർട്ട്, ഇതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന തീം. അപ്പോൾ എല്ലാവരും ഒരു 1:30 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞേ. അപ്പോൾ ഞാനിപ്പോൾ ഇവരെനിക്കൊന്ന് ഫ്രഷ് ആകാനായിട്ട് ഒരു മുറിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വന്ന് ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എത്തി. 11:30 ആയപ്പോഴേ എത്തി കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഭാരത് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ റൂമിൽ വന്നു. അത് എൻ്റെ റൂമിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. മേക്കപ്പിൻ്റെ പല സ്റ്റേജസിലാണ്. ബാഗ് ഇത് എല്ലാം കൂടെ വലിച്ചു ഇട്ടിരിക്കുകയാണ്. ഓക്കെ, വേറെ ഒന്നുമില്ല. എൻ്റെ റൂം വേറെ മോശം. ഇതൊക്കെ ഞാൻ ഇപ്പോൾ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ ശരിയാകും. അപ്പോൾ ഒന്ന് ഫ്രഷായി, അത് കഴിഞ്ഞിട്ട് സംഭവമെല്ലാം റെഡി. ദിസ് ഈസ് മൈ കോസ്റ്റ്യൂം. സാധാരണ ഞാൻ പട്ടുസാരി അങ്ങനെ ഉടുക്കാറില്ല. ഇന്ന് പക്ഷെ ഒരു പട്ടുസാരിയൊക്കെ കൊടുത്തിട്ടാണ് ഇറങ്ങുന്നത്. ഇതൊരു റാണി പിങ്ക് എന്ന് പറയാൻ വേണമെങ്കിൽ, ആൻഡ് ഗ്രീൻ. നിങ്ങളിത് കണ്ടിട്ടുണ്ട്. നമ്മൾ ചെന്നൈയിൽ നിന്ന് വാങ്ങിയ സാരീസിൻ്റെ കൂടെ, നല്ലി സിൽക്സ് എന്ന് വാങ്ങിയ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പട്ടുസാരിയാണ്. അതാണ് കൊടുത്തിരിക്കുന്നത്. മുടിയൊക്കെ ഞാൻ ഇന്നലെ തന്നെ സ്റ്റൈൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിജയുടെ അവിടെ പോയിട്ട്. എന്നിട്ട് ഞാൻ കെട്ടി വെച്ചിരിക്കുമായിരുന്നു കുളിക്കുന്ന സമയത്തൊക്കെ നനയാണ്ടിരിക്കാനായിട്ട്. വലിയ കുഴപ്പമില്ലാണ്ട് കിടക്കുന്നു. ഓക്കെ, ചെറിയൊരു കേൾസൊക്കെ ഇട്ട് വെച്ചു. കുറച്ച് കഴിയുമ്പോൾ വേർക്കുമ്പോൾ അതൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. എൻ്റെ ഒരു മേക്ക് ഓവർ സ്വന്തമായിട്ട് ഇത്രേ പറ്റുള്ളൂ. ഓക്കെ, ഇനി സാരിയൊക്കെ കൊടുത്തു. നല്ല സാരി കേട്ടോ, ബ്യൂട്ടിഫുൾ റാണി പിങ്ക് ആൻഡ് ഗ്രീൻ. ബ്ലൗസൊക്കെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലെ എൽബോ സ്ലീവ് വെച്ചിട്ടാണ് തേച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ക്യാമറാമാൻ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വെന്യൂവിൽ എന്നിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാകും. അതായിരിക്കും നിങ്ങളിത് കാണാൻ പോകുന്നത്. 6 മണി വരെ കോമ്പറ്റീഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആഫ്റ്റർ ദാറ്റ് ഇന്ന് തന്നെ തിരിച്ചു പോകാൻ പറ്റിയാൽ അറിയില്ല. ലോങ് ട്രിപ്പാണ്. തൃശ്ശൂരിൽ നിന്ന് ട്രിവാൻഡ്രം വരെ എത്തണം. പറ്റിയില്ലെങ്കിൽ കൊച്ചിയിലെ വീട്ടിൽ പോയി കിടന്നിട്ട് നമ്മുടെ സെക്കൻഡ് ഹോമിൽ കിടന്നിട്ട് രാവിലെ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് പോകും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ ഇനിയിപ്പോൾ സമയമായി ഏകദേശം 1 മണിയാകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ഓക്കെ, നമ്മുടെ റെയിൻബോ വളകൾ ഇതെനിക്ക് തോന്നുന്നു നാഗർകോവിലിൽ നിന്ന് വാങ്ങിയതാണ്. ഓക്കെ, എല്ലാം ഉപയോഗപ്പെടുന്നുണ്ട്. ഓക്കെ, കമ്മൽ കുറേ കാലമായി ഞാൻ ഇങ്ങനത്തെ കമ്മലൊക്കെ ഇട്ടിട്ട്. ഇതിൻ്റെ പഴയ കമ്മലാണ്. സാധനം ജിംക്കീസെല്ലാം ഇടുന്നത്. ഒരു ചേഞ്ച്. ഓക്കെ, അതുകൊണ്ട് കഴുത്തിലൊന്നും ഇട്ടിട്ടില്ല, നമ്മുടെ ചരട് മാത്രമേ ഉള്ളൂ. പിന്നെ ഹെവി ജ്വല്ലറി അതിലുണ്ട്. പിന്നെ നല്ല ബ്രൊക്കേഡൊക്കെ ഉള്ള സാരിയാണ്. അപ്പോൾ മാലയും കൂടെ ഇട്ടാൽ ഭയങ്കര ഓവറായി പോകും. അതുകൊണ്ട് ഓക്കെ, ഇറങ്ങട്ടെ. ഹൈപ്പർ മാർക്കറ്റിൽ ആദ്യം ഒന്ന് കയറാം. സമയമായിട്ടില്ല. ഫുള്ള് പ്രൊഡക്ഷൻ എവിടെയാണ്? ഓക്കെ. അത് കൊള്ളാം. നൈസ്. ഇതാണ് നമ്മളെ കുബൂസ് ലൈവായിട്ട്. കുബൂസ് ലൈവ്. തൃശ്ശൂരിലിപ്പോൾ ഇത്ര സൗകര്യം ഉണ്ടല്ലേ ആൾക്കാർക്ക്.
നല്ല ഹെവി ബോട്ടംഡ് അല്ലേ? ഓ നല്ല വിലക്കുറവാണല്ലോ. ടോപ്സ് ആണോ? കുർത്തീസ്? ഓക്കെ. 249 ഓഫറിൽ 199 ഇതിനൊക്കെയാണ്. നല്ല കുറവുണ്ട്. ഓ വെരി നൈസ്. അടിപൊളി കളക്ഷൻസ്. ഭയങ്കര വിലക്കുറവ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. വളരെ സന്തോഷമുണ്ട്. ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം ഞാൻ നെസ്റ്റോമായിട്ട് ഒരു അസോസിയേഷൻ നടത്തുന്നത്. പാചക സംബന്ധമായ ഒരു കാര്യം, ദാറ്റ് ഈസ് പാചകറാണി മത്സരം. എനിക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് ഈ പാചകറാണി മത്സരം. മാം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. നമ്മുടെ പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും തന്നെ മാമിനായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു സമയമാണ്. ആൻഡ് എവരിവൺ ഒന്ന് അറ്റൻഷൻ ആയിരിക്കുക. 3:30 ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു ആക്ച്വൽ കുക്കിംഗ്. സന്തോഷം സന്തോഷം. ഓക്കെ ഹായ് ഹായ്. അതെ 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 കഴിക്കണം കഴിക്കണം. ഓ അടിപൊളി. ഹലോ ഹായ്. ട്രിവാൻഡ്രം അല്ലേ? ഓക്കെ. ഹലോ ഹലോ. ഓൾ ദ ബെസ്റ്റ് ഓൾ ദ ബെസ്റ്റ്. പൊങ്ങാണല്ലോ ഇന്നത്തെ ഒരു തീം അല്ലേ? ഓക്കെ. നാടൻ കാരനാണ് ഞാനിന്നൊരു ബിസിനസ്മാൻ ആയത്. ആണോ? ആ കാരണം പണ്ട് വനിതയിലിട്ട ഒരു കേക്കിന്റെ ഫോട്ടോ, അത് കേക്കിന്റെ ഉണ്ടാക്കുന്ന രീതി ഉണ്ട്, അത് കണ്ട് പഠിച്ച് ഞാനിന്ന് കേക്ക് മേക്കറായി. കേക്കിനുള്ള ആണോ? ഓ അതുള്ളല്ലോ. ഓൾ ദ ബെസ്റ്റ്. ഓ കാണാൻ വേണ്ടി മാത്രം ഞാൻ വന്നത്. കുഞ്ഞു മതി. ആണോ? വളരെ സന്തോഷം വളരെ സന്തോഷം. എന്നാലും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. അത് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. 2 വർഷത്തിന് ശേഷം വീണ്ടും കാണുന്നു. ആ 2.25 വയസ്സ്. മനസ്സിലായി, ഓർമ്മയുണ്ട്. ഓൾ ദ ബെസ്റ്റ് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. ഞാൻ രാവിലെ വന്നു. യെസ് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. അതൊക്കെ എല്ലാവരും ഓക്കെ പറഞ്ഞാലാണ് ഞങ്ങൾ ഇവിടെ കൗണ്ട് ഡൗൺ തുടങ്ങാം. റെഡി? സോ കൗണ്ട് ഡൗൺ ഫ്രം 10 തുടങ്ങാണ്. തുടങ്ങട്ടെ? യെസ്. ഓക്കെ സ്റ്റാർട്ടിങ്. 10 9 8 7 6 5 4 3 2 1. ആജ്മി പ്രസൻസ് നെസ്റ്റോ പാചകറാണി സീസൺ 2 മത്സരം ഇവിടെ ആരംഭിക്കുകയാണ്. ഇനി 2.5 മണിക്കൂർ നിങ്ങൾ യുദ്ധകളത്തിലാണ്. എന്തൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? മൊത്തം പരിപാടി ഉണ്ടാവണം. ഓക്കെ. എന്താ ഇപ്പോൾ റൈസാ? അതിൻ്റെ കൂടെ ഉള്ളി റൈസ്, ജാതിക്ക ചമ്മന്തി, സ്റ്റാർട്ടർ ഉരുളക്കിഴങ്ങ് ചോളം, ഡെസേർട്ട് ക്യാരറ്റ് അരച്ചിട്ട്
കടും പായസം. മനസ്സിലായി. ട്രഡീഷണൽ എന്ന് പറഞ്ഞിരുന്നോ? നല്ല ചൂട് വെയില്. ഓ, നന്നായി വേർക്കുന്നുണ്ട്. ഞാൻ എല്ലാവരുടെയും റെസിപ്പീസൊക്കെ ഇങ്ങനെ നോക്കി പോവാണ്. ഒരു 48 പേരുണ്ട് പാർട്ടിസിപ്പൻസ്. വെച്ചോളൂ. അത് ലാസ്റ്റ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. അത് കാരണം ഇപ്പോഴേ നോക്കി പോവാണ്. നോക്കാം, വെറുതെ നോക്കാം. നെല്ലിക്ക സിറപ്പ്. ഇതെന്താ ഇത്? സ്റ്റാർട്ടർ എന്താ? ബ്രെഡ് മോമോസോ? ക്രാബ് ലോലിപോപ്പ് അല്ലേ? മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 2.5 hours കഴിഞ്ഞു. അവരുടെ കുക്കിങ്ങിൻ്റെ സമയം കഴിഞ്ഞു. അവരെല്ലാവരും ഇനി ഫൈനൽ പ്രസൻറ്റേഷൻ റെഡിയായി നിൽക്കുന്നു. ഇനി എൻ്റെ ജോലി തുടങ്ങും. അപ്പോൾ ഇനി ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമായിരുന്നു, അകത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഇനി പോയിട്ട് എല്ലാവരുടെ വിഭവങ്ങളും ടേസ്റ്റ് ചെയ്യണം. 48 കണ്ടസ്റ്റൻസ്, ഓരോരുത്തരും 3 ഐറ്റം വെച്ചുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഓരോ സ്പൂണെങ്കിലും കഴിക്കണമല്ലോ, ടേസ്റ്റ് അറിയണം. എന്നിട്ടാണ് സമ്മാനം 1, 2, 3 തീരുമാനിക്കുക. ഒരു ടഫ് ജോബാണ്. ഓക്കെ, അങ്ങോട്ടേക്ക് പോകും. ഇപ്പോൾ വെയിലൊക്കെ കുറഞ്ഞു, ഈവനിങ് ടൈമായി. നമ്പർ 1 റെഡി. വളരെ മനോഹരമായിരിക്കുന്നു എല്ലാവരുടെയും ഫൈനൽ പ്രോഡക്റ്റ്. ഗംഭീരമായിട്ട്. എന്തൊക്കെയായിരുന്നു ഐറ്റംസ്? സ്റ്റാർട്ടർ. അതെ, സ്റ്റാർട്ടറിൻ്റെ പേരെന്തായിരുന്നു? പനീർ. ഓക്കെ. ആൻഡ് ഇത് എന്തായിരുന്നു? ലെയർ പത്തിരി. ആൻഡ് ഫൈനൽ ഇത് ക്യാരറ്റും സ്വീറ്റ് പൊട്ടറ്റോ. ഓക്കെ. ചെമ്മീൻ പിടി, പിന്നെ ചീര ഖീർ, സ്റ്റാർട്ടർ ഇത് അല്ലേ, ഇംലി. അതിൻ്റെ കൂടെ ഇത് വെറുതെ. അപ്പോൾ ഇത് പിടി എന്ന് പറയുമ്പോൾ അകത്ത് ഫില്ലിംഗ് ഉണ്ടോ? പിടിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഉണ്ട്. ഓക്കെ. അത് എക്സ്ട്രാ ആയിട്ട് ചെമ്മീനും ഉണ്ട്. ഓക്കെ. ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ്? ഹെൽത്തി സ്പ്രൗട്ട്സ് ആൻഡ് ഗ്രീൻ പായസം. ഫസ്റ്റ് ഐറ്റം ഇതിൽ എന്തൊക്കെയാണ് വരിക? തുടക്കം 4 എന്തായിരുന്നു? ചോളം. ഓക്കെ. ഉള്ളിച്ചോറ്. ആൻഡ് അതിൻ്റെ കൂടെ എന്തോ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു. ജാതിക്ക. പിന്നെ ബിരിയാണി 3 ലെയർ ആയിരുന്നു അല്ലേ? അതിനെന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു. സ്വപ്ന ബിരിയാണി, ഡ്രീം ബിരിയാണി. പിന്നെ ഇത് ഞാൻ പറഞ്ഞ അച്ചാറ്, റംബുട്ടാനും അച്ചാർ. പിന്നെ ഡിസേർട്ട് എന്തായിരുന്നു? അത് ബ്രെഡ് വെച്ചിട്ട് ബ്രെഡ് പൊടി. ഇതെന്തായിരുന്നു? ഇത് തന്നെ പായസം തന്നെയാണ്. നമ്മുടെ ഉന്നക്കായക്ക് പകരം ഞാൻ പഴത്തിൻ്റെ ചെറിയ പഴം എടുത്തിട്ട് അതിൽ നമ്മുടെ സ്റ്റഫിങ്, ഉന്നക്കായുടെ സ്റ്റഫിങ് തന്നെ ചെയ്തിട്ട് കോക്കനട്ടിൽ ഒന്ന് റോൾ ചെയ്തെടുത്തത്.
2 സ്റ്റാർട്ടർ. ഇത് സമയത്തിനകത്ത് ഇത്രയൊക്കെ ഒപ്പിച്ചു. കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അല്ലേ? കൂന്തൽ ഫ്രൈ, ചെമ്മീൻ ഫ്രൈ, ചെമ്മീൻ സ്റ്റിക്ക്, പിന്നെ സ്നാക്സ് ക്രാബ്. ഇത് ആവോലി അല്ലേ? ഇതെന്താ? ഇതെന്താണെന്നറിയോ? ഇത് പറയാമോ? കോഫി അല്ല, ഏതാ? ഈ സാധനം. ഇതോ? ആ ഇത് സീഡല്ലേ? ആ സീഡ്. എന്തിന്റെ സീഡ്? സൺഫ്ലവർ. സൺഫ്ലവർ സീഡ്. ആ സൺഫ്ലവർ. ബനാന മക്കാന ഫ്രൈ ചെയ്തിട്ട് പൗഡർ ചെയ്ത് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അകത്ത് ബീഫ്. മില്ലറ്റ് ഓൺസ്. ഇത് അപ്പം മില്ലറ്റും ക്യാരറ്റും കൂടെയാണ്. പാലപ്പം കഴിയില്ല. അതെ, അപ്പം ഉണ്ടാക്കി തന്നെ. ഇതെല്ലാം ചക്ക പ്രോഡക്റ്റ്സ് ആണ്. ചക്ക കട്ട്ലേറ്റ്, ചക്ക 3 ലെയർ ബിരിയാണി, ചക്ക കേസരി. പിന്നെന്തായിരുന്നു? ചക്ക കേസരി. ചക്ക കേസരി. മുരിങ്ങയിലയും തേങ്ങ പ്രോൺസും.
ഫ്രൈഡ് റൈസ്, തേങ്ങാപ്പാൽ കോഴി എന്നും കറാമ്പട്ട, തേങ്ങാപ്പാൽ കോഴി. കറാമ്പട്ട പറയാൻ കാര്യം മറ്റേ ബേ ലീഫൊക്കെ ഇട്ടിട്ടോ. ഓക്കെ ഹെൽത്തി ആയിട്ട് ശരി. ഓക്കെ ഓക്കെ. ചട്ടിയിൽ ചെയ്താലാണ് ഓ അത് ശരി. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നതാണ്. അപ്പം ചട്ടി കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്. ഓക്കെ. ധർമ്മസിലി പുഡിങ് അല്ലേ? അല്ല ബിരിയാണി റൈസ് ഉണ്ടോ? റൈസ് ഇല്ല. ഇതാണ് ബർമസിലാണ്. ഓക്കെ ടോട്ടലി. പിന്നെ ചിക്കൻ ഇത് നിറച്ചതാണ്. ഓക്കെ. ഇതൊരു ചെറിയ കാര്യമല്ല. ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വില്ലിങ് ആവുന്നത് തന്നെ വലിയ കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. എന്തായാലും പക്ഷേ എനിക്കാണ് സത്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാര്യം എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. അപ്പോൾ ക്വാളിറ്റി ഓഫ് ഡിഷസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും നല്ല ക്വാളിറ്റി, സെലക്ഷൻ ഓഫ് ഐറ്റംസ്, എല്ലാ കാര്യത്തിലും ഭയങ്കര റേഞ്ച്. പക്ഷേ ജഡ്ജിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ സത്യത്തിൽ വിഷമമാണ്. കാരണം എല്ലാവർക്കും സമ്മാനം കൊടുക്കാൻ പറ്റില്ല, കുറച്ച് പേർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കിട്ടാത്തവർക്ക് വിഷമാവില്ലേ, അങ്ങനെയൊക്കെ ഒരു തോന്നലാണ് എപ്പോഴും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു കോമ്പറ്റീഷൻ ഇസ് എ കോമ്പറ്റീഷൻ. ജയിച്ചാലും തോറ്റാലും അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാവരും വിന്നേഴ്സ് ആണെന്ന് ഞാൻ എപ്പോഴും പറയും. അത് അങ്ങനെ തന്നെ എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹവും. എല്ലാവരും തന്നെ ഇത്രയും നേരം നമ്മൾ കാത്തിരുന്ന ആ ഒരു മൊമെന്റിലേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. ആൻഡ് അതിന് മുമ്പായിട്ട്, റിസൾട്ട് പറയുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ മത്സരത്തിനെ പറ്റി, നിങ്ങളുടെ ഓരോരുത്തരുടെയും മത്സര മികവിനെ പറ്റി, മത്സരാർത്ഥികളെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ലക്ഷ്മി മാമിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പിന്നെ ഇതൊരു ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. എനിക്ക് തോന്നി അടുത്ത കാലത്ത് പങ്കെടുത്ത മത്സരങ്ങളിൽ ഏറ്റവും ടഫസ്റ്റ് ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. കാര്യം ഒരേ സമയം ഒരു 48 ആൾക്കാർ ലൈവായിട്ട് കുക്ക് ചെയ്യുന്നു, അതും ഒന്നിനൊന്നും മെച്ചമായിട്ട്. ഇതിൽ നിന്ന് എങ്ങനെയാണ് 1, 2, 3 ഒക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് അത് വലിയൊരു എഫേർട്ട്. എനിക്കറിയില്ല എങ്ങനെ അതിലേക്ക് ഞാൻ എത്തി എന്നുള്ളത്. ചെറിയ ചെറിയ പോയിന്റ്സിൻ്റെ വ്യത്യാസത്തിലോ എങ്ങനെ അത് കണ്ടുപിടിക്കും എന്ന് വെച്ചിട്ട് അങ്ങനെ കണ്ടുപിടിച്ചതാണ്. എങ്കിലും എല്ലാവരും തന്നെ ഗംഭീര പ്രകടനമായിരുന്നു. ഈ ഒരു 50 പേരുടെ 150-ലധികം ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരേ സമയം ടേസ്റ്റ് നോക്കിയിട്ട് അതിലേറ്റവും ബെസ്റ്റ് എന്ന് പറയാന്ന് പറയുന്നത് ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു ടാസ്ക് ആണ്. ആ ടാസ്ക് വളരെ വിജയകരമായി ചെയ്ത് ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത് ലക്ഷ്മി മാമാണ്. അതിന് എത്ര കൈയടി കൊടുത്താലും മതിയാവില്ല. അതുകൊണ്ട് നല്ലൊരു കൈയടി, ഫുൾ എനർജിയിൽ ഫുൾ പവറിൽ ഒരു നല്ല കൈയടി. പലരും അതായത് 7 ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഫിഫ്ത് പൊസിഷൻ നമ്പർ 32 ഷബ്ന. ഒരു നല്ല കൈയടി കൊടുക്കാം. നാലാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഷമീമ സലീം. പാചകറാണി വിന്നറായിട്ടുള്ളത് സെമീന അബ്ദുൽ നിസാർ. തലശ്ശേരിയിൽ നിന്ന് വന്ന second prize goes to Nasia. Third prize goes to Bindu Sri Kumar. നല്ല നല്ല മെമ്മറീസുമായിട്ട്, എല്ലാ മെമ്മറീസാണല്ലോ നമ്മുടെ നല്ല ഓർമ്മകൾ, നല്ല സൗഹൃദങ്ങൾ. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ തിരിച്ച് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നായിരിക്കട്ടെ വീഡിയോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.